Hi guys, അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഓൾ ന്യൂ 2025 ഡോമിനാർ 400. അപ്പോൾ ഇതിപ്പോൾ ട്രാക്ഷൻ കൺട്രോളും കുറെ വ്യത്യാസങ്ങളോടെയാണ് വന്നേക്കണത്. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ വന്നേക്കുന്ന മെയിൻ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. ഇതിനിപ്പോൾ വന്നേക്കണം നമ്മൾ NS400 കണ്ടുവന്നേക്കണ അതേ ഒരു LCD ഡിസ്പ്ലേ ആണ്. പക്ഷെ 4 റൈഡിങ് മോഡ്സ് വന്നിട്ടുണ്ട്. റോഡ്, സ്പോർട്ട്, റെയിൻ, ഓഫ് റോഡ് മോഡിലിട്ടാൽ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാൻ പറ്റും. അതുകൂടാണ്ട് ഇതിന്റെ സ്വിച്ച് ഗിയേഴ്സ് നോക്കാൻ പോയാലും ഇപ്പൊ NS400 വന്ന അതേ സ്വിച്ച് ഗിയേഴ്സ് ആണ് നമുക്ക് ഈ ഒരു ഡോമിനാർ 400 കാണാൻ പറ്റുക. എഞ്ചിൻ സൈഡൊക്കെ നോക്കാൻ പോയാൽ ഓൾമോസ്റ്റ് സെയിം പവർ ആൻഡ് ടോർക്ക് തന്നെയാണ് ഈ ഒരു ഡോമിനാർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സീറ്റ് ഹൈറ്റ് ഒക്കെ നോക്കുമ്പോൾ എൻ്റെ ഹൈറ്റ് 5'6" ആണ്. എനിക്ക് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ഫുട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ക്ലിയറിലെ ടോപ്പ് റാക്കും നമുക്ക് പില്ലിയനുള്ള ബാക്ക് റെസ്റ്റും കാര്യങ്ങളും അതെല്ലാം ഇതിൻ്റെ അകത്ത് അതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് ആ സെക്കൻഡറി ഡിസ്പ്ലേ മാറിയിട്ട് ഇവിടെ ഒരു USB ചാർജർ ആണ് കൊടുത്തേക്കണത്. പിന്നെ ഇപ്പൊ നമുക്ക് ഇനി ത്രോട്ടിൽ കേബിൾ ഇല്ല, കാര്യം റൈഡ് ബൈ വയർ ആക്കിയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് നമുക്ക് ഈസി റൈഡ് മോഡ്സ് വന്നേക്കണം. ആ റൈഡ് മോഡ്സ് വെച്ചിട്ട് നമുക്ക് ത്രോട്ടിലെ ഡിഫറൻസ് ശരിക്കും അറിയാൻ പറ്റും. അപ്പൊ ഇത്രയും ആഡ് ഓൺസ് ഒക്കെ വന്നപ്പോഴത്തേക്കും ഇതിന്റെ പ്രൈസ് വന്നേക്കണം 2,80,000 രൂപയാണ്. നേരത്തെ പഴയ മോഡലിനെക്കാട്ടും 4,000 രൂപയാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അപ്പൊ ഡോമിനാർ എടുക്കാൻ പ്ലാൻ ഉള്ള നിങ്ങളുടെ ചങ്കുകൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്.